Design a finite automata that accepts even numbers of a's and b's. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഡിസൈൻ ചെയ്യണം. അതിനകത്ത് ഈവൻ നമ്പേഴ്സ് ഓഫ് എ's ആൻഡ് b's ആയിരിക്കണം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, എയും ബിയും. ഓക്കെ, അപ്പോൾ അത് എയും ബിയും എന്തായിരിക്കണം, ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ എത്ര കോമ്പിനേഷൻ പോസിബിളാണ്? അപ്പോൾ നമുക്ക് പോസിബിൾ ആവുന്നത് എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കാം, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കാം. ഇതെന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റിയാണ്. എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓഡായിരിക്കാം, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കാം. സിമിലർലി അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓഡായിരിക്കും. ഫൈനൽ കോമ്പിനേഷൻ എന്തായിരിക്കും, എയുടെ കൗണ്ട് എന്ന് പറയുന്ന ഓഡായിരിക്കും, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓഡായിരിക്കും. സോ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 4 പോസിബിലിറ്റീസാണ് നമ്മളുടെ ഉള്ളത്. ഈ 4 പോസിബിലിറ്റീസിനെ നമ്മൾ 4 സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് Q0, Q1, Q2, Q3. ഇതിന് ഞാൻ എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ, എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓഡ്, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ, എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓഡ്, എ ഓഡ്, ബി ഓഡ്. ഈ ഒരു 4 കേസസ് ആയിട്ട് എടുക്കുകയാണ്. ഇനി ഞാൻ ഇനിഷ്യൽ കേസിനെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈവൻ നമ്പേഴ്സ് ഓഫ് എ's ആൻഡ് b's ആണ്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണ് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് Q0. എന്തുകൊണ്ടാണ് ഇത് ഫസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തത്? കൺസിഡർ ഒരു ഇൻപുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ എപ്സിലോൺ ആണ്. എപ്സിലോൺ ആകുമ്പോൾ എയുടെ കൗണ്ട് എന്താണ്? 0, ബിയുടെ കൗണ്ട് എന്താണ്? 0. സോ A0 B0 എന്ന് പറയുന്നതാണ് എപ്സിലോൺ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. എപ്സിലോൺ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എന്താണ്? A0 B0. അപ്പോൾ A0 B0 എന്ന് പറയുന്നതും എന്താണ്? ഈവൻ ആണ്. 0 എന്ന് പറയുന്ന കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആണ്. സോ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റേറ്റിലും നമ്മൾ എന്ത് ചെയ്യണം? എ ട്രാൻസിഷനും ബി ട്രാൻസിഷനും നമുക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഡിസൈൻ ആയി കഴിഞ്ഞു. ഓക്കെ, Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വെച്ച് ഞാനൊരു എ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, എ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എയുടെ കൗണ്ട് അവിടെ എന്താണ്? ഈവൻ ആണ്. അവിടെ വെച്ച് ഞാൻ ഒരു എയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആവും, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് എയുടെ കൗണ്ട് എന്ന് പറയുന്ന ഓഡാവും, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആവും. കാരണം ബി അൺചേഞ്ച്ഡ് ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്? Q0 വെച്ച് എ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓഡാകും, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആകും. ഇനി Q0 വെച്ച് ഞാൻ ബി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ബി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബിയുടെ കൗണ്ട് ഓഡാകും, എ റിമെയിൻ അൺചേഞ്ച്, ദാറ്റ് ഈസ് ഈവൻ. അതേത് സ്റ്റേറ്റ് ആണ്? Q2 സ്റ്റേറ്റ് ആണ്. Q0 വെച്ച് ഞാൻ ബി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? Q2 പോകും. ഇനി Q1 നോക്കാം. Q1 വെച്ച് എ കൊടുത്തു കഴിഞ്ഞാൽ Q1 എയുടെ കൗണ്ട് എന്താണ്? ഓഡാണ്. അവിടെ വെച്ച് ഞാൻ ഒരു എയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആവും, ബി എന്ന് പറയുന്നത് എന്താണ്? ഈവൻ തന്നെയായിരിക്കും. അതെന്താണ്? അതേത് സ്റ്റേറ്റ് ആണ്? Q0. സോ Q1 വെച്ച് ഞാൻ എ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Q0 പോകും. ഇനി Q1 വെച്ച് ബി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ Q1 ബിയുടെ കൗണ്ട് എന്താണ്? ഈവൻ ആണ്. Q1 വെച്ച് ഞാനൊരു ബി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓഡായി മാറും, എയുടെ കൗണ്ട് ഓഡ്, വിച്ച് ഈസ് Q3 സ്റ്റേറ്റ്. ഇനി Q2 വെച്ച് ഞാൻ എ കൊടുക്കുകയാണ്. എ കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ്? Q2 എന്ന് പറയുന്നത് ഓഡാണ്, ഈവൻ ആണ്. അവിടെ ഞാനാണെങ്കിൽ ഒരു എയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓഡായി മാറും, ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഓഡ്, വിച്ച് ഈസ് Q3 സ്റ്റേറ്റ്. ഇനി Q2 വെച്ച് ഞാൻ ബി കൊടുത്തു കഴിഞ്ഞാലോ? Q2 ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഓഡാണ്. അവിടെ ഞാൻ ഒരു ബിയും കൂടെ കൊടുക്കുമ്പോൾ ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് എന്തായി മാറും? ഈവൻ ആയി മാറും. സോ എ ഈവൻ, ബി ഈവൻ, വിച്ച് ഈസ് Q1 സ്റ്റേറ്റ്. ഇനി Q3 വെച്ച് ഞാൻ എ കൊടുക്കുകയാണ്. എ കൊടുക്കുമ്പോൾ എയുടെ കൗണ്ട് എന്ന് പറയുന്നത് എന്താകും? എ ഇവിടെ ഓഡാണ്.
ഒരു എയും കൂടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എ എന്ന് പറയുന്നത് ഈവൻ ആവും, ബി ഓഡ്, വിച്ച് ഈസ് Q2 സ്റ്റേറ്റ്. Q3 എന്ന് പറയുന്നത് എന്താണ്? Q3യിൽ വെച്ച് ഞാൻ ബി കൊടുക്കുകയാണ്. ബി കൊടുക്കുമ്പോൾ ഇവിടെ ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഓടാണ്. അവിടെ വെച്ച് ഞാൻ ഒരു ബിയും കൂടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബിയുടെ കൗണ്ട് എന്ന് പറയുന്നത് ഈവൻ ആവും, എ ഓ, വിച്ച് ഈസ് Q1 സ്റ്റേറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എല്ലാ സ്റ്റേറ്റിലും എ ട്രാൻസിഷനും ബി ട്രാൻസിഷനും എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷീൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, സെറ്റ് ഓഫ് ആൽഫബറ്റ്സ്, ഇനിഷ്യൽ സ്റ്റേറ്റ്, സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിഷൻ ടേബിൾ. അപ്പോൾ ഈ കേസിൽ എന്തൊക്കെയാണ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്? നമ്മുടെ കയ്യിൽ എന്തൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ട്? Q0 ഉണ്ട്, Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്. സോ Q എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ വരും? Q0 വരും, Q1 വരും, Q2 വരും, Q3 വരും. എന്തൊക്കെ ഇൻപുട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ദാറ്റ് ഈസ് സിഗ്മ. സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻപുട്സ്. എയും ബിയും മാത്രമല്ലേ എല്ലാ സ്റ്റേറ്റ്സിനും ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നുള്ളൂ. സോ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? എയും ബിയും. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ കേസിൽ എന്താണ്? Q0 ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനി ഫൈനൽ സ്റ്റേറ്റ് എന്താണ്? ഇവിടെ നമ്മൾ ഡബിൾ സർക്കിളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ഈവൻ നമ്പേഴ്സ് ഓഫ് എ ആൻഡ് ബി ആണ്. ഈവൻ നമ്പേഴ്സ് ഓഫ് എ ആൻഡ് ബി ഉള്ള സ്റ്റേറ്റ് ഏതാണ്? Q0 ആണ്. സോ Q0 ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്. ഇനി ട്രാൻസിഷൻ ടേബിൾ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി. Q0യിൽ എ കൊടുക്കുമ്പോൾ ഏത് സ്റ്റേറ്റിലോട്ട് പോകും? Q1. Q0യിൽ ബി കൊടുക്കുമ്പോൾ Q2. Q1ൽ എ കൊടുക്കുമ്പോൾ എങ്ങോട്ട് പോകും? Q0. ബി കൊടുക്കുമ്പോൾ Q3. Q2ൽ എ കൊടുക്കുമ്പോൾ എങ്ങോട്ട് പോകും? Q3യിലോട്ട് പോകും. Q2ൽ ബി കൊടുക്കുമ്പോൾ എങ്ങോട്ട് പോകും? Q0യിലോട്ട് പോകും. Q3ൽ എ കൊടുക്കുമ്പോൾ എങ്ങോട്ട് പോകും? Q2യിലേക്ക് പോകും. ബി കൊടുക്കുമ്പോൾ എങ്ങോട്ട് പോകും? Q1ലേക്ക് പോകും. ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? Q0 ആണ്. ഫൈനൽ സ്റ്റേറ്റിനെ നമ്മൾ സ്റ്റാർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാൻസിഷൻ ടേബിൾ. അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് എ 5 tuple മെഷീൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, സെറ്റ് ഓഫ് ആൽഫബറ്റ്സ്, ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിഷൻ ടേബിൾ. അതെല്ലാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം KTU യൂണിവേഴ്സിറ്റി എക്സാമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഡിസൈൻ എ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ദാറ്റ് ആക്സെപ്റ്റ്സ് ഈവൻ നമ്പേഴ്സ് ഓഫ് എ ആൻഡ് ബി എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആഡ് ഓൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതായത് ആദ്യം ഇത് വരയ്ക്കുക, ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റ വരയ്ക്കുക. അതിനുശേഷം ഇതേ പടം യൂസ് ചെയ്ത് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ redraw the finite automata to accept odd numbers of A and B, A's and B's. ഇതേ ക്വസ്റ്റ്യൻ റീഡർ ചെയ്യുക, എന്നിട്ട് എന്ത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ? ഓഡ് നമ്പേഴ്സ് ഓഫ് A's and B's അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ റീഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതേ ആൻസർ തന്നെയാണ്, ഇതേ പടം തന്നെയാണ്. പക്ഷെ ആകെ ഇതിൻ്റെ അകത്ത് ഒരേ ഒരു കേസ് മാത്രമേ ഡിഫർ ചെയ്യുന്നുള്ളൂ. എന്താണ്? ഇതിൻ്റെ അകത്ത് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈവൻ നമ്പേഴ്സ് ഓഫ് A's and B's ആണ്. എ ഈവൻ, ബി ഈവൻ ആണ്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഡ് നമ്പേഴ്സ് ഓഫ് A's and B's അക്സെപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കേസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ദാറ്റ് ഈസ് എ ഓഡ്, ബി ഓഡ്. അതായത് Q3 ആയിരിക്കണം ഈ ഒരു കേസിനകത്ത് ഫൈനൽ സ്റ്റേറ്റ് വരേണ്ടത്. അപ്പോൾ സെയിം ഫിഗറിനകത്ത് Q3 ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എല്ലാം സെയിം ആണ്. ആകെ ഉള്ള ഡിഫറൻസ് എന്താണ്? Q0 ഫൈനൽ സ്റ്റേറ്റ് മാറ്റി എന്തിനെ ഫൈനൽ സ്റ്റേറ്റ് ആക്കുക? Q3നെ ഫൈനൽ സ്റ്റേറ്റ് ആക്കുക. ഇനി ചിലപ്പോൾ അടുത്ത വർഷം ഇനി എന്തായിരിക്കും? ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓഡ് നമ്പേഴ്സ് ഓഫ് A's-ഉം ഈവൻ നമ്പേഴ്സ് ഓഫ് B's-ഉം അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് ചോദിക്കാം. അപ്പോൾ എന്താണ് മാറ്റേണ്ടത്? ഓഡ് നമ്പേഴ്സ് ഓഫ് Aയും ഈവൻ നമ്പേഴ്സ് ഓഫ് Bയും.
അപ്പോൾ ഏത് സ്റ്റേറ്റിനെ ഫൈനൽ സ്റ്റേറ്റ് ആക്കണം? Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഫൈനൽ സ്റ്റേറ്റ് ആക്കണം. ഇനി ഈവൻ നമ്പേഴ്സ് ഓഫ് എയും ഓഡ് നമ്പേഴ്സ് ഓഫ് ബിയും ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിലോ Q2നെ ഫൈനൽ സ്റ്റേറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ 4 രീതിയിൽ ചോദിക്കാൻ പറ്റും. ഒന്ന്, ഈവൻ നമ്പേഴ്സ് ഓഫ് എ ആൻഡ് ബി ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ഓഫ് എ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ഓഫ് ബി ചോദിക്കാം, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ഓഫ് എ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ഓഫ് ബി ചോദിക്കാം, അല്ലെങ്കിൽ ഫൈനലി ഓഡ് നമ്പേഴ്സ് ഓഫ് എസ് ആൻഡ് ഓഡ് നമ്പേഴ്സ് ഓഫ് ബിസ് ചോദിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും? 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് TOCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു.